നമസ്കാരം. ലോകത്തൊരു ഭർത്താവിനും ഈ ഗതി വരാതിരിക്കട്ടെ. ഭാര്യയോട് നേരിട്ട് പറയേണ്ടത് പാർട്ടിയോട് പറയേണ്ടി വരിക. ഭാര്യയെ വളർത്തി വലുതാക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നേരിടുന്ന ഒരു സ്വത്വ പ്രതിസന്ധിയാണിത്. സഖാവ് ജോർജ് എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യം കത്ത് മുഖേന പാർട്ടി കമ്മിറ്റി അറിയിച്ചത്? രാത്രി അത്താഴം കഴിച്ചിരിക്കുമ്പോൾ കുടുംബം ഒന്നിച്ചിരുന്ന് എടുക്കേണ്ട തീരുമാനം എന്തിനാണ് മിസ്റ്റർ ജോർജ് മാധ്യമ വാർത്തയാക്കാൻ ഇടയാക്കിയത്? ഒന്നുകിൽ അടുത്ത തവണ ഭാര്യ 8 നിലയിൽ പൊട്ടി പമ്പയാറ്റിൽ വീഴുമെന്ന ഭീതി, അല്ലെങ്കിൽ തൻ്റെ കുടുംബജീവിതം തകരും എന്ന ഭയം, അതുമല്ലെങ്കിൽ അടുത്ത സർക്കാർ അഴിമതി കേസിൽ തന്നെയും കുടുംബത്തെയും കുരുക്കുമെന്ന ഭയം, നാളെ പിന്നെയും ഭാര്യയുടെ കഴുത്തുളുക്കുമോ എന്ന സന്ദേഹം, അതുമല്ലെങ്കിൽ ഈ പാർട്ടി തൻ്റെ ഭാര്യ കാരണം കുത്തുപാളയെടുക്കുമെന്ന ആശങ്ക. എന്തായാലും സകല ചാനലുകളിലും ഇന്ന് ഈ വാർത്ത തട്ടിമൊളിച്ചു. വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് പാർട്ടിയോട് പറഞ്ഞത്രേ. ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നതായും വീണ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ തീരുമാനം അവിടെ എടുക്കുമെന്നുമാണ് വാർത്തകൾ. കർത്താവെ, ഈ ഭർത്താവിന് എന്തു പറ്റിയെന്ന ആശങ്കയിലാണ് സകല സഖാക്കളും. അന്തങ്ങൾ വീണയ്ക്ക് വേണ്ടി കരയുകയാണ്. ഭർത്താവിനോട് പോയി പണി നോക്കാൻ കമ്മികൾ ആക്രോശിക്കുന്നു. ഇപ്പോൾ ഭർത്താവിൻ്റെ അല്ല പ്രസ്ഥാനത്തിൻ്റെ കണ്ണിലുണിയാണ് വീണ ജോർജ്. അവർക്കുമേൽ കെട്ടിയോന് അധികാരങ്ങൾ ഒന്നുമില്ല. അതാണ് കമ്മ്യൂണിസം. നാടകം കഴിഞ്ഞ് വേഷമഴിച്ചിട്ടേ ഭാര്യ വീട്ടിൽ വരാവൂ എന്ന് സഖാവ് ജോർജ് പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി പറയാതെ വേഷമഴിക്കാൻ കഴിയാത്ത വീണ കണ്ഠാഭരണവും അണിഞ്ഞ് വീട്ടിൽ കയറി വന്നു. കഴുത്തുവേദന സഹിച്ച് എത്ര ചാനലുകൾക്ക് അവർ അഭിമുഖം കൊടുത്തു. പാർട്ടിയിലെ അടിമകളാരും വീണയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്ത് ഒരു തുമ്മലോ ഏമ്പക്കമോ പോലും വിട്ടില്ല. എന്നിട്ടും എന്തിനാണ് വീണ ജോർജിനെതിരെ ഭർത്താവ് ജോർജ് പാർട്ടി കമ്മിറ്റിയെ സമീപിച്ചത്? ഒന്നാലോചിച്ച് നോക്കൂ. ഈ ജോർജിന് എന്തറിയാം? ഗോവിന്ദൻ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. പിണറായി മരുമകനെ മന്ത്രിയാക്കി. സച്ചിൻ ദേവ് ഭാര്യയെ മേയർ പദവിയിൽ നിന്നിറക്കി MLA ആക്കാൻ പരിശ്രമിക്കുന്നു. വിജയരാഘവൻ ഭാര്യയെ മന്ത്രിയാക്കി ആനന്ദിക്കുന്നു. അവർ വീണ്ടും മത്സരിക്കുന്നു. എന്നിട്ടെന്തേ വീണ ജോർജേ നിന്റെ കെട്ടിയോൻ ഇങ്ങനായി? സഖാവ് ജോർജിൻ്റെ ആവശ്യപ്രകാരം പാർട്ടി വീണയ്ക്ക് സീറ്റ് നിഷേധിക്കുമോ, അതോ ഭർത്താവിനെ തള്ളി സ്വത്ത് രാഷ്ട്രീയം മുന്നിൽ നിർത്തി വീണയെ സ്ഥാനാർത്ഥിയാക്കുമോ? രണ്ടായാലും കുടുംബത്തിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാകില്ലേ? സഭയ്ക്ക് നോക്കി നിൽക്കാനാകുമോ? മുൻ സഭാ സെക്രട്ടറിയായ ജോർജിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളുമോ, അതോ സഭാ മേലധ്യക്ഷന്മാർക്ക് പ്രിയപ്പെട്ടവളായ വീണയെ സഭ പിന്തുണയ്ക്കുമോ? എന്തായാലും വല്ലാത്തൊരു തട്ടുകേടിലായല്ലോ ജോർജെ നിങ്ങളുടെ ജീവിതാവസ്ഥകൾ. EMS നമ്പൂതിരിപ്പാടിൻ്റെ 11 അംഗ മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്നു TV തോമസും ഗൗരിയമ്മയും. അവരുടെ കഥ ഓർത്തുപോയി. തൊഴിൽ മന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രണയബദ്ധരായി. മന്ത്രിയാകണമെങ്കിൽ ഗൗരിയെ വിവാഹം ചെയ്യണമെന്ന TV തോമസിന് പാർട്ടി അന്ത്യശാസനം നൽകി. ഗൗരിയമ്മയുടെ വീട്ടുകാരുമായി ചർച്ച നടത്താൻ പാർട്ടി അച്യുത മേനോനെ നിയോഗിക്കുന്നു. ഈ വിവാഹം നടന്നാലുമില്ലെങ്കിലും പാർട്ടിക്കകത്ത് വിപ്ലവം ഉണ്ടാകുമെന്ന് പത്രങ്ങൾ എഴുതുന്നു. എന്തായാലും മന്ത്രിസഭാ പരിണയം നടന്നു. പിന്നീട് നമ്മൾ കണ്ടത് കരൾ പിളരുന്ന കാഴ്ചകളായിരുന്നു. ആ ദമ്പതികൾ പ്രസ്ഥാനത്തിനു വേണ്ടി തെറ്റിപ്പിരിയുന്നതാണ് കണ്ടത്. ഗൗരിയമ്മയെയും TV തോമസിനെയും രണ്ട് പാത്രമാക്കിയത് പാർട്ടിയായിരുന്നു. അതുപോലെ പാർട്ടിക്ക് വേണ്ടി വീണയും സഖാവ് ജോർജും പിരിയുന്ന കണ്ണിൽ ചോരയില്ലാത്ത കാഴ്ച കാണാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. ഇനി ഈ വാർത്ത തെറ്റാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരം ഒന്നാലോചിച്ച് നോക്കൂ. വീഞ്ഞു നിറച്ച സുസ്ഥാടികക്കിണ്ണം പോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ദാമ്പത്യത്തെ അല്ലേ മാപ്രകൾ അവഹേളിക്കുന്നത്? പിണറായി മന്ത്രിസഭയിലെ പളുങ്കുപാത്രവും ക്യാബിനറ്റിലെ അലങ്കാര മത്സ്യവുമാണ് വീണ ജോർജ്. അവരെ മുൻനിർത്തിയാണ് പാർട്ടി ആരോഗ്യ മേഖല പുഷ്ടിപ്പെടുത്തിയത്. അവരുടെ കഴുത്ത് വേദനിച്ചപ്പോൾ പാർട്ടിയുടെ കഴുത്താണ് വേദനിച്ചത്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഭാര്യയ്ക്ക് സീറ്റ് നൽകാനോ നൽകാതിരിക്കാനോ കമ്മ്യൂണിസത്തിൽ വകുപ്പില്ല. ഭർത്താവിനെ മറികടന്ന് ഭാര്യയെ നിർത്തിയാൽ സ്വന്തം കുടുംബം പോലും അംഗീകരിക്കാത്ത വയ്യാവേലിയെയാണല്ലോ ജനങ്ങളുടെ തലയിൽ പാർട്ടി കെട്ടിവെക്കുന്നത് എന്ന് ജനം ന്യായമായി സംശയിക്കും. ഭർത്താവ് പറയുന്നത് കേട്ട് വീണയെ പാർട്ടി തട്ടിയാൽ ആറന്മുളക്കാരുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ കഴകത്തുള്ള ഏതെങ്കിലും കമ്മി നേതാക്കൾ പത്തനംതിട്ടയിലുണ്ടോ? മനുഷ്യൻ കണ്ടാൽ തിരിഞ്ഞു നോക്കുന്ന ഏത് സഖാവുണ്ട് പത്തനംതിട്ടയിൽ പാർട്ടിക്ക്? ഭർത്താവിനെ അനുസരിക്കാത്ത ഒരുത്തിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ആറന്മുളയിലെ വോട്ടർമാർ ചിന്തിച്ചാൽ അതും പ്രശ്നമാകും. മത്സരിച്ചാൽ കയ്യിലെ കാശ് മുഴുവൻ പോകുമെന്നും അടപടലം ആറന്മുളയിലെ സത്രക്കടവിൽ താഴുമെന്നും ഭർത്താവിനറിയാം. ഇതൊന്നുമല്ല, ഇതൊരു കിണർഗോലു തന്ത്രമാണെങ്കിലോ? കമ്മികളും കിണറേഷും പറഞ്ഞ പോലെ കഴുത്തിൽ വളയമിട്ട് വീണ ജോർജ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വിവാഹശേഷം ഭാര്യ അഭിനയിക്കാൻ പോകുന്നത് ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ വെള്ളി വെളിച്ചത്തിൽ നിന്നും അടുക്കളയിൽ ഒതുങ്ങാൻ ഒരു സ്ത്രീയും താല്പര്യപ്പെടില്ല എന്നതാണ്. ഭർത്താവിനോട് പോകാൻ പറയുന്ന മട്ടിലാണ് ഇപ്പോൾ തന്നെ കമ്മികളുടെ രോദനം.
ഇനി സഖാവ് ജോർജിനെ കൊണ്ട് പിണറായി പറയിപ്പിച്ചതാകുമോ ഇതൊക്കെ? ലാൽ സലാം സിനിമയിൽ മുരളിയുടെ കഥാപാത്രം ലാലിൻ്റെ നെട്ടൂരാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെ കല്ലിട്ടാൽ എന്താടൂ, കുടുംബത്തിൻ്റെ അടിത്തറ തകർന്നാൽ തീർന്നില്ലേ? വീണയും ജോർജും ചേരുമ്പോഴുള്ള ആ ആന്തോളനം കുടുംബത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ എന്തുണ്ടാക്കിയാൽ എന്താ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, അതിനൊരു കപ്പിത്താരുണ്ട് സാർ. ഇത് പറഞ്ഞ വീണ ജോർജ് കുടുംബം ആടി ഉലയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വർഗവഞ്ചക എന്ന് വിളിച്ച് കമ്മികൾ ജോർജിനെതിരെ തിരിയാനുള്ള സാധ്യതയും ഏറെയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ 250 ദിവസം സമരം ചെയ്ത പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ആ ശാപം കുടുംബം വെളുപ്പിക്കും. മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവിൻ്റെ ആവശ്യം ശരിയോ തെറ്റോ എന്ന് അറിയില്ല. ഇന്ന് മുഴുവൻ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. ദമ്പതികൾ ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തിയാൽ മാത്രമേ ജനം അത് തെറ്റാണെന്ന് വിശ്വസിക്കുകയുള്ളൂ. അവരൊന്നിച്ച് വരുമോ ഇല്ലയോ? എന്തായാലും വീണയുടെ രാഷ്ട്രീയ പ്രവർത്തനം വല്ലാത്തൊരു അസന്ദിഗ്ധാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാനാകില്ല.